എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ RSSനെ നിരോധിക്കും, സംഘ് ആസ്ഥാനത്തേക്ക് ED അയക്കും. പറഞ്ഞതാരാണ്? AICC അധ്യക്ഷന്റെ മകൻ പ്രിയങ്ക് ഖാർഗെ. പ്രിയങ്ക് ഖാർഗെ ആരാണ്? പ്രിയങ്ക് ഖാർഗെ കർണാടകയിലെ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയാണ്. RSSനെ നിരോധിക്കുമെന്ന് തൻ്റെ ഇടത്തോടുകൂടി പറയാൻ കഴിഞ്ഞ ആ കോൺഗ്രസ് നേതാവിന് ആദ്യമായി എൻ്റെ അഭിവാദ്യങ്ങൾ. കോൺഗ്രസ് എന്നാണോ ഇതുപോലെ സംസാരിക്കുന്നത്, RSSനെതിരെ, സംഘപരിവാർ ശക്തികൾക്കെതിരെ എന്ന് സംസാരിക്കും, എന്ന് പ്രവർത്തിക്കും, അന്ന് മാത്രമേ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിയൂ എന്നർത്ഥം വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കർണാടക ഇലക്ഷനിൽ RSSനെതിരെ, സംഘപരിവാറിനെതിരെ നിലപാട് എടുത്തത് കൊണ്ട് മാത്രമാണ് കർണാടകയിൽ കോൺഗ്രസിന് അധികാരം കിട്ടിയത്. അത് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, അന്തസ്സുള്ള, ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അന്തസ്സും അഭിമാനവും ആണത്വം ഉണ്ടായാലേ ഇങ്ങനെയുള്ള ശക്തമായ പ്രസ്താവനകൾ ഇറക്കാൻ ഒരു മനുഷ്യന് കഴിയും. അത് പ്രത്യേകമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയത് ബ്രിട്ടീഷുകാരിൽ നിന്നാണ്. നേടിത്തന്നത് ആരാണ്? കോൺഗ്രസും ഗാന്ധിജിയും. ആ പ്രസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എത്ര RSSകാർ പങ്കെടുത്തിട്ടുണ്ട്, എത്ര ക്രിസംഖികൾ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡൽഹിയിൽ പോയാൽ അറിയാം, ഇന്ത്യ ഗേറ്റിൽ ഒരു ശിലാഫലകമുണ്ട്, അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി മരിച്ചവരുടെ നേതാക്കന്മാരുടെ പേരുകൾ അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും. അതൊന്നും RSSോ മോഡിയുടെ ഗവൺമെന്റോ വിചാരിച്ചാൽ നീക്കാൻ കഴിയുന്നതല്ല. ജനങ്ങൾക്ക് മനസ്സിലാവും, ചരിത്രം അത് പറയും. ചരിത്രത്തെ തിരുത്താൻ BJPയോ RSSോ സംഘപരിവാർ സംഘടനകളോ അല്ലെങ്കിൽ കേരളത്തിലെ ക്രിസംഖികളോ വിചാരിച്ചാൽ സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ പുതിയതായിട്ടൊരു ഗവർണർ വന്നു, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അയാൾ ഒരു RSSകാരനായിരുന്നു. ചെറുപ്പം തൊട്ടേ RSSനോട് ചേർന്ന് തൻ്റെ ഭാവങ്ങളും രൂപങ്ങളും രൂപപ്പെടുത്തി ഒരു വ്യക്തിയാണ്. ഗോവക്കാരനാണ്, ദലിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. RSSന്റെ കാവിക്കൊടി കയ്യിൽ പിടിച്ചു നിൽക്കുന്ന സ്ത്രീയുടെ ചിത്രം ഔദ്യോഗിക പരിപാടികളിൽ വെച്ച് പൂജിക്കാൻ മാത്രം അദ്ദേഹത്തിനെ കേരളത്തിൽ വിട്ടിരിക്കുകയാണ്. ഭാരതാംബ കാവിക്കൊടി, RSSന്റെ കാവിക്കൊടി എന്നുകൊണ്ടാണ് പിടിച്ചു തുടങ്ങിയത്. അത് വെച്ച് മാത്രമേ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കും. ഇങ്ങനെയുള്ള ഗവർണർമാരെ ഇവിടെ നിന്ന് ഓടിച്ചു വിടണം, അടികൊടുത്തു വിടണം. അങ്ങനെയുള്ള ഗവർണർമാർ കേരളത്തിൽ പാടില്ല. കേരളമെന്ന് പറയുന്നത് മതേതരത്വ, ആ ജനങ്ങളെല്ലാം മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. സംഘപരിവാറിന്റെ അജണ്ടകളൊന്നും കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ നടക്കാൻ പ്രബുദ്ധതയുള്ള കേരള ജനത അനുവദിക്കുകയില്ല. അത് മനസ്സിലാക്കിയാണ് പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ ഇയാൾ വന്നിരിക്കുന്നത്. ഇയാളെ എത്രയും പെട്ടെന്ന് ഏത് രീതിയിൽ നിയമവശങ്ങളുണ്ടോ ആ നിയമവശങ്ങൾ പരിശോധിക്കണം. തമിഴ്നാട് ഗവൺമെന്റ്, സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഗവർണർക്കെതിരെ മൂക്കുകയറിട്ടതുപോലെ ഈ ഗവർണർക്ക് മൂക്കുകയറിടാൻ പിണറായി ധൈര്യം കാണിക്കണം, പിണറായി ആണത്വം കാണിക്കണം. അതിൻ്റെ ആദ്യപടിയായി തന്നെ CPMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ SFIയോടൊപ്പമാണ്. ഇപ്പോൾ സമരരംഗത്തുള്ളത് SFI മാത്രമാണ്. എന്തുകൊണ്ടാണ് KSU സംഘടന പങ്കെടുക്കാത്തത്? ഇയാളെ ഇവിടെ നിന്ന് എത്രയും വേഗം ഓടിക്കണം. കേരള ഗവർണർ സ്ഥാനത്തിരിക്കാൻ അയാൾക്ക് യാതൊരു യോഗ്യതയുമില്ല. ഇയാളെ ഇവിടെ നിന്ന് ഓടിച്ചു വിടണം. അതിന് എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും, എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും, അത് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നു അല്ലെങ്കിൽ SFIക്കാർ അതിനുവേണ്ടി ഇറങ്ങുന്നു, അതുകൊണ്ട് ഞങ്ങളില്ല എന്നുള്ള വരരുത്.
എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാലേ ഇയാളെ പൂട്ടാൻ കഴിയൂ. ഇയാളെ എത്രയും വേഗം ഓടിച്ചു വിടണം. അല്ലെങ്കിൽ ഇവിടെ ചാനലുകളുണ്ട്, സംഘികളുടെയും ക്രിസംഘികളുടെയും ചാനലുകളുണ്ട്. ഗവർണർ കേരളത്തിലുള്ളവരാ മൂക്കി പിടിച്ച് കയറ്റിക്കളയും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഗവർണറോട് ആണ് ഏറ്റുമുട്ടുന്നത്. ഒരു ശ്രീജിത്ത് പണിക്കർ, ഒരു പിന്നെ ക്രിസംഘികളുടെ സംഘടനകളാണ് കൂടുതലായിട്ട്, ക്രിസംഘികളുടെ ചാനലുകളാണ് കൂടുതലായിട്ട് ഗവർണറെ സപ്പോർട്ട് ചെയ്യുന്നത്. ക്രിസംഘികളുടെ രൂപവും ഭാവവും എന്താണെന്ന് ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം. അവർ എപ്പോഴും ഭരണവർഗത്തോട് ചേർന്ന് നിൽക്കും, എന്തെങ്കിലുമൊക്കെ കിട്ടും. അതുകൊണ്ട് നമുക്ക് സാധിച്ചു കളയാം. അവർ നാട്യമാണ്, നാട്യം, നടനകല അഭ്യസിച്ചവരാണ്. അവർ മനസ്സിലൊന്നും പുറത്ത് വേറൊന്നും പ്രകടിപ്പിക്കുന്നവരാണ്. പുറത്ത് RSSനെ സപ്പോർട്ട് ചെയ്യും, അവർ ഉള്ളുകൊണ്ട് RSSനെതിരാണ്. അവർക്ക് പക്ഷേ ചില കാര്യങ്ങൾ കേന്ദ്രത്തിനെ കൊണ്ട് സാധിക്കാനുള്ളത് കൊണ്ട് അവർ പുറമേ പറയും, RSSനെ സപ്പോർട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളിലും. അവർക്കറിയാം ഇതൊന്നും നടക്കുന്ന കേസല്ല. പക്ഷേ ഇവർക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുക, കോൺഗ്രസിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പ്രശ്നത്തിൽ, ഗവർണർക്കെതിരായ പ്രശ്നത്തിൽ എല്ലാ ജനാധിപത്യ മതേതരത്വവാദികളും ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ ഗവർണറെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിക്കണം. നിങ്ങൾക്കറിയാം, ഇവിടെ പശു നിരോധനം അല്ലെങ്കിൽ ഗോവധ നിരോധനമുണ്ട്. പശു എന്ന് പറയുന്ന അമ്മയാണ്, ശരി, ഭൂമി അമ്മയാണ്. സ്വന്തം അമ്മ ആരാണ്? അതും കൂടെ പറയണം. RSSകാർ അതും കൂടെ വ്യക്തമാക്കണം. RSSകാർക്ക് സ്വന്തം അമ്മ ആരാണ്? പ്രസവിച്ച് ഗർഭം ചുമന്ന് പ്രസവിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് മുലയൂട്ടി വളർത്തിയ അമ്മ RSSകാർക്ക് ആരാണ്? അതും കൂടെ വ്യക്തമാക്കണം. എങ്കിലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോ ഇവിടെ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പശുമാംസം കയറ്റി അയക്കുന്നവർ RSSകാരാണ്. അപ്പൊ സ്വന്തം അമ്മയെ വെട്ടി വിറ്റ് തിന്ന് കാശ് ഉണ്ടാക്കുന്ന RSSകാരാണ് ഇവിടെയുള്ള ഇന്ത്യക്കാരുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ പശു മാംസം കഴിക്കരുത്. എന്താണ് ഇതിൻ്റെ നിയമം? ഇതിൻ്റെ നിയമവശം എന്താണ്? അപ്പോൾ ഇവരുടെ നാട്യം എന്താണ്? ഇവർ ജനങ്ങളെ തമ്മിലടുപ്പിക്കാനും ഈ നാട്ടിലെ അക്രമം ഉണ്ടാക്കാനും ഗോവധമെന്നും പിന്നെ പശുവിനെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കി നാട്ടിൽ അസമത്വവും അരാജകത്വവും ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പുറത്തോട്ട് അമ്മയെ വെട്ടിക്കൊന്ന് പാക്കറ്റിലാക്കി കയറ്റിവിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് തീറ്റിക്കാം. ഇവിടെ ഉള്ളവർ തിന്നരുത്. ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനുള്ള അവകാശവും അതിനുള്ള ധൈര്യവും ഇന്ത്യക്കാർക്കുണ്ട്. അത് ഈ RSSകാരുടെ സമ്മതമൊന്നും ആവശ്യമില്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവ് കേരളത്തിലുള്ളവർക്കുമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള RSSകാർ, പല RSSകാരും തലയിൽ മുന്നിട്ട് പോയി ബീഫ് കഴിക്കുന്നുണ്ട്. അതിവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ RSSന്റെ തിട്ടൂരത്തിന് നമ്മൾ കൂട്ടുനിൽക്കരുത്. അവരുടെ നിയമങ്ങൾ എന്ത് കൊണ്ടുവന്നാലും നമ്മൾ എതിർക്കണം. അത് സമയത്ത് തന്നെ എതിർക്കണം. ഒറ്റയ്ക്ക് നിന്ന് എതിർക്കേണ്ട കാര്യമില്ല. കൂട്ടായി നിന്ന് എതിർത്ത് ഈ ഗവർണറെ എത്രയും വേഗം ഇവിടെ നിന്ന് ഓടിച്ചു വിടേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അതിനെല്ലാവരും സഹകരിക്കണമെന്ന് ജനാധിപത്യത്തിന്റെ പേരിൽ, മതേതരത്വത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും ഒരു അടുത്ത വീഡിയോ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.